ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗിഫ്റ്റ് ഐഡിയ ആണ് നോക്കാൻ പോകുന്നത്. സിസ്റ്റേഴ്സിനോ ബ്രദേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ ഡെസ്ക് ഡെക്കോർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പറഞ്ഞപ്പോൾ ഞാൻ സാധനം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാനിപ്പോൾ ഇവിടെ ഒരു റോസാപ്പൂവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് റൗണ്ട്സ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മൂടി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പെൻസിൽ കളേഴ്സ് ഉണ്ടാവും, അതിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചുറ്റും ഈ റൗണ്ട്സ് ഗമ്മ് തേച്ച് ഒട്ടിക്കുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ റോസാപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കമിഴ്ത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൊക്ക ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിപ്പം അധികം പോരായിരുന്നു, കുറച്ച് വലിപ്പം ഏറി. അപ്പോൾ ഞാൻ അടിഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സാധാരണ നമ്മൾ ബൊക്ക ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുക. ഗമ്മ് തേച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഷേപ്പൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഗമ്മ് തേച്ച് ഒട്ടിക്കുക, കട്ട് ചെയ്യുക. ഇതുതന്നെയാണ് ഈ ബൊക്ക ഉണ്ടാക്കാനുള്ള പണി എന്ന് പറയുന്നത്. അധികം പണിയൊന്നും ഈ ബൊക്ക ഉണ്ടാക്കാനുള്ള ഇതിനില്ല. അങ്ങനെ നമ്മുടെ ബൊക്ക ഇവിടെ റെഡിയായി. എന്നിട്ട് ഈ റോസാപ്പൂവ് പശ തേക്കുന്നു, അതിലൊട്ടിക്കുന്നു. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഒട്ടി അമർന്നതിന് ശേഷം ഇതുപോലെ ഒരു പിങ്ക് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായി ഒട്ടിയതിന് ശേഷം കുറച്ചുകൂടെ നീളത്തിലുള്ള ഒരു പിങ്ക് കളർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാനിവിടെ ഒരു ബോ ആണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ബോ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ബോ റെഡി ആവില്ല എന്ന് കരുതിയിരുന്നു. അതും പേപ്പർ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ റെഡി ആവില്ല എന്നൊക്കെ കരുതിയിരുന്നു. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ബോ കാണാൻ. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് ത്രികോണത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്നിട്ട് നമ്മൾ ആ പിങ്ക് കളർ പേപ്പർ വെച്ചില്ലായിരുന്നോ, അതിന്മേൽ ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ഐഡിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് ഇതാണ്.